ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് വലിയ നോമ്പിൻ്റെ പ്രാരംഭ ദിവസത്തിൽ പരിശുദ്ധ സഭയുടെ മാതൃത്വത്തിലേക്കാണ് നമ്മെ വീണ്ടും വിളിച്ചു വരുത്തുന്ന വിശുദ്ധ കാലത്തിൻ്റെ വാതിൽക്കലാണ് നാം നിൽക്കുന്നത്. ഇത് വെറും ഒരു ആചാരകാലമല്ല, ഇത് ആത്മപരിശുദ്ധിയുടെ യാത്രയാണ്. ഇത് വിശപ്പിൻ്റെ കാലമല്ല, വിശുദ്ധിയുടെ കാലമാണ്. ഇത് നഷ്ടങ്ങളുടെ കാലമല്ല, ഇത് അനുഗ്രഹങ്ങളുടെ കാലമാണ്. ഇന്നത്തെ നമ്മുടെ നോമ്പ് ദിന ധ്യാന ചിന്തയിൽ എന്താണ് വിശുദ്ധ നോമ്പ്, വിശുദ്ധ നോമ്പിൻ്റെ ആവശ്യകത, വിശുദ്ധ നോമ്പിൽ നിത്യജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ, വിശുദ്ധ നോമ്പിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന ഈ 4 വിഷയങ്ങളെ പറ്റി നമുക്ക് തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, തീരം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ കൃത്യം 6:30 തന്നെ അനുദിന പ്രഭാത തിരുവചന വായനയുടെ ഒരു ഷോർട്ട് വീഡിയോയും ഉച്ചയ്ക്ക് ശേഷം ധ്യാന തിരുവചന സന്ദേശവും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ വചന സന്ദേശം കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ധ്യാന സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കും സ്നേഹിതരിലേക്കും നിങ്ങളുടെ മക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. അമ്മയപ്പന്മാർ വിശുദ്ധ നോമ്പ് നോക്കുന്നത് കൊണ്ട് മക്കളായ ഞങ്ങളും നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് കേവലം പറയാതെ, എന്താണ് വിശുദ്ധ നോമ്പ്, വിശുദ്ധ നോമ്പിൻ്റെ ആവശ്യകത, വിശുദ്ധ നോമ്പിൽ നിത്യജീവിതത്തിൽ വരേണ്ടുന്ന മാറ്റങ്ങൾ, വിശുദ്ധ നോമ്പിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന ഈ വചന സന്ദേശം പുതുതലമുറകൾക്ക് അറിയുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ഈ വചന സന്ദേശം ഉപകാരപ്പെടട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം, എന്താണ് വിശുദ്ധ നോമ്പ്? വിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത് കേവലം ചില ഭക്ഷണം ഒഴിവാക്കുന്നതിൽ ഒതുങ്ങുന്ന ഒന്നല്ല. വിശുദ്ധ നോമ്പ് എന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു ആത്മീയ ശാസനമാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് വിശുദ്ധ നോമ്പ് ആത്മീയ യുദ്ധത്തിൻ്റെ ആയുധമാണ്. വിശുദ്ധ നോമ്പ് ഒരു വിലാപകാലമാണ്, ഒരു പരിശുദ്ധീകരണ കാലമാണ് വിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത്. പഴയ നിയമപുസ്തകത്തിൽ മോശ 40 ദിവസം നോമ്പ് നോറ്റിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എലിയ 40 ദിവസം നോമ്പ് നോറ്റിരുന്നു എന്ന്
1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലും മഹത്തായി നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു 40 പകലും 40 രാവും മരുഭൂമിയിൽ നോമ്പ് നോറ്റിരുന്നു എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ നോമ്പ് ഒരു പാരമ്പര്യമല്ല, അത് ദൈവിക മാതൃകയാണ്. രണ്ടാമതായി നമുക്ക് ചിന്തിക്കാം നോമ്പിന്റെ ആവശ്യകത. ഇന്നത്തെ ആധുനിക ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഇഷ്ടമുള്ളത് ഉടനെ നേടുക എന്നാണ്. പക്ഷേ പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം നിഷേധിക്കുക എന്നതാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നാം കാണുന്നത്. വിശുദ്ധ നോമ്പ് എന്നത് സ്വയം നിയന്ത്രണത്തിന്റെ പരിശീലനമാണ്. നമ്മുടെ ജീവിതത്തിൽ കോപം, അസൂയ, ദ്വേഷം, സ്വാർത്ഥത, അഹങ്കാരം ഇവയാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. വിശുദ്ധ നോമ്പ് നമ്മോട് പറയുന്നു, ഭക്ഷണം മാത്രമല്ല, പാപം ഉപേക്ഷിക്കുക, അഹങ്കാരം ഉപേക്ഷിക്കുക, അന്യായം ഉപേക്ഷിക്കുക, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവനല്ലോ. അങ്ങനെയാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതാണ് യഥാർത്ഥ നോമ്പ്, പ്രിയ ദൈവമക്കളെ. മൂന്നാമതായി നിത്യജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ. വലിയ നോമ്പ് ഭക്ഷണക്രമം മാറ്റുന്നത് മാത്രമല്ല, ജീവിത ക്രമം മാറ്റുന്നതിനാണ്. ഒന്നാമതായി പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ സമയം നമ്മൾ വർദ്ധിപ്പിക്കുക. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ എന്നാണ് തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഒരു ദിവസത്തിന്റെ കുറച്ചെങ്കിലും സമയങ്ങൾ ദൈവവചനം ശ്രവിക്കുവാനും മൗനത്തിനുമായി നാം മാറ്റിവെക്കുക. ദാനധർമ്മം. നാം വിശുദ്ധ നോമ്പിലായിരിക്കുമ്പോൾ സഹജീവികളോട് കരുണ കാണിക്കുക. നാം ഭക്ഷണം വെടിഞ്ഞ് ഉപവസിക്കുമ്പോൾ ആ ഭക്ഷണം ഒരു നേരത്തെ ആഹാരമെങ്കിലും വിശന്നു വലയുന്ന നമുക്ക് ചുറ്റിനുമുള്ള ഏതെങ്കിലും ഒരു സാധു മനുഷ്യന് അത് ഉപകാരമാകുവാൻ നാം ശ്രദ്ധിക്കുക. നീയോ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമെന്നാണ് വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കാണുന്നത്. നമ്മുടെ നോമ്പ് മറ്റുള്ളവർക്ക് ആശ്വാസമാകണം. ക്ഷമ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14-15 തിരുവചനത്തിൽ പറയുന്നത്. വലിയ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ വൈരാഗ്യവും വിദ്വേഷവും അവസാനിപ്പിക്കുന്ന ഒരു കാലമാകണം.
നാലാമതായി നമുക്ക് ചിന്തിക്കാം നോമ്പിൻ്റെ അനുഗ്രഹങ്ങൾ. ആത്മശുദ്ധി, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്നത്. ആത്മശക്തി, വിശുദ്ധ നോമ്പ് നമ്മെ പാപത്തിനെതിരെ ശക്തരാക്കുന്നു. ക്രിസ്തുവിന്റെ പീഡ അനുഭവത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ടാകും. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതും എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത് എന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നത്. പുനരുദ്ധാന സന്തോഷം, വലിയ നോമ്പ് ക്രൂശിലേക്കുള്ള ഒരു യാത്രയാണ്. പക്ഷേ ലക്ഷ്യം പുനരുദ്ധാനമാണ്. ഇനിയും നാം ഇതുവരെ കേട്ട ധ്യാനിച്ച വിഷയങ്ങൾ ഏതെല്ലാം ആണ് എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കും. എന്താണ് വിശുദ്ധ നോമ്പ്? വിശുദ്ധ നോമ്പിന്റെ ആവശ്യകത, നിത്യജീവിതത്തിൽ വരേണ്ട മാറ്റം, വിശുദ്ധ നോമ്പിന്റെ അനുഗ്രഹങ്ങൾ, ഇവയാണ് നാം ഇന്നത്തെ നോമ്പ് ധ്യാനത്തിൽ നാം ചിന്തിച്ചതും പ്രാർത്ഥിച്ചതും ആലോചിച്ചതുമായ വിഷയങ്ങൾ. ആയതിൻ പ്രകാരം നമുക്ക് ഇന്നൊരു ആത്മപരിശോധന നടത്താം. ഞാൻ നോമ്പിരിക്കുന്നത് ഭക്ഷണത്തിൽ മാത്രമാണോ? എൻ്റെ ഹൃദയം മാറുന്നുണ്ടോ? ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കേണ്ടതായിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥനയിൽ വളരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന അമ്മമാരെ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, വലിയ നോമ്പ് ഒരു ഭാരമല്ല, അത് ഒരു അവസരമാണ്. ദൈവം നമ്മെ ശിക്ഷിക്കുവാനല്ല, അതിനായിട്ടല്ല ദൈവം നമ്മെ വിളിക്കുന്നത്. ഈ വിശുദ്ധ നോമ്പിന്റെ ആരംഭ ദിവസമായി ഇന്ന് നമുക്ക് തീരുമാനിക്കാം, ഇനിയും വരുന്ന 50 ദിവസങ്ങളിൽ വെറുതെയാകരുത്. ഈ വിശുദ്ധ നോമ്പ് കാലം നമ്മെ മാറ്റട്ടെ, നമ്മുടെ കുടുംബങ്ങളെ മാറ്റട്ടെ, നമ്മുടെ സഭയെ, സമൂഹത്തെ, പുതുതലമുറയെ അത് പുതുക്കട്ടെ. ഇതാണ് കൃപയുടെ സമയം, ഇതാണ് രക്ഷയുടെ ദിവസം. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടിയിൽ നമുക്ക് മുട്ടുകുത്താം. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷമായി ഭവിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധമതികളുടെയും പിതാക്കന്മാരുടെയും പ്രാർത്ഥനയാൽ ഈ വിശുദ്ധ വലിയ നോമ്പ് നമ്മുടെ ആത്മാവിന് നവജീവനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.